നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റും അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്നുള്ള ഒരു വിശകലനം നമുക്ക് പരിശോധിക്കാം. ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റാണ് KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റും? തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണത്തിൽ എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് KN ബാലഗോപാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സമസ്ത മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. ഒരു വിഭാഗങ്ങളെയും ഇതിനകത്ത് ഒഴിവാക്കിയിട്ടില്ല. അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവർ മുതൽ ഏറ്റവും സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുള്ളവർക്ക് കൈനിറയെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ബഡ്ജറ്റാണ്. ഇതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബഡ്ജറ്റ് ആയതുകൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾക്ക് മുഴുവൻ ഫണ്ടും വകയിരുത്തി എങ്ങനെ ഇത് നടപ്പിലാക്കണം എന്നുള്ള വഴിയും കൂടെ ഈ ബഡ്ജറ്റിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇതൊരു പൂർണ്ണ ബഡ്ജറ്റായി മാറുന്നത്. കാരണം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലം, സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അതിൽ ബാലഗോപാൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. സർക്കാരിന് വലിയ പ്രതിസന്ധിയുണ്ട്. അവരിത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ 5 വർഷവും ഭരണം മുന്നോട്ട് കൊണ്ടുപോയതാണ്. കേന്ദ്ര സർക്കാർ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ബഡ്ജറ്റിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി ബാലഗോപാൽ അത് വിശദമാക്കുകയും ചെയ്തു. എത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. പക്ഷേ ആ സാമ്പത്തിക പ്രതിസന്ധി നിന്നുകൊണ്ട് തന്നെ നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിലും വലിയ ഒരു വർധനവ് ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് കഴിഞ്ഞ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് നികുതി വരുമാനത്തിനും നികുതിയേതര വരുമാനത്തിനും നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് GSTയുടെ വിഹിതം മാത്രമാണ് കിട്ടുന്നത്. അത് കേന്ദ്ര സർക്കാർ തരുന്നില്ല. എന്നാൽ പോലും അത് തരണം ചെയ്തുകൊണ്ട് അപ്പൊ ഇതിന് ഓരോന്നിനും പണം വകയിരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രഖ്യാപിച്ചത്. അതായത് ആശാ വർക്കർമാർക്ക് 1000 രൂപ കൊടുക്കുന്നതും അംഗൻവാടി ടീച്ചർമാർക്ക് 1000 രൂപ കൊടുക്കുന്നതും ഈ പാചക തൊഴിലാളികൾക്ക് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് അവർക്ക് ഡെയിലി വേസാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം അവർക്ക് 25 രൂപ വർദ്ധിപ്പിക്കുന്നത്. ഇതിനെല്ലാം പണം വകയിരുത്തിക്കൊണ്ട് ഓരോ പ്രോജക്റ്റും ടൂറിസം പദ്ധതികളായാലും ശരി, റോഡിന്റെ പദ്ധതിയായാലും ശരി, പണം വിലയിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു യാഥാർത്ഥ്യബോധമുള്ള ബഡ്ജറ്റ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. അതെ. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ അധിക വരുമാനം നമുക്ക് സർക്കാരിന് നേടാൻ കഴിയും. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായി KN ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ നികുതി വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിന്റെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നടന്നു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ബാലഗോപാൽ ബഡ്ജറ്റിൽ നികുതിദായകരെയും നികുതി ഉദ്യോഗസ്ഥരെ, നികുതി പിടിച്ചെടുക്കാൻ ബാധ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ കാര്യമായി അഭിനന്ദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട്. ഈ നികുതിദായകരെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്നത് അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ബഡ്ജറ്റ് വെച്ചത്. അത് ഈ സ്വാഭാവികമായി നികുതി കൊടുക്കുന്നവർക്ക് ഒരു ഊർജ്ജം പകരുന്നതാണ്. അവർ വീണ്ടും നികുതി കൊടുക്കാൻ തയ്യാറാം. ഈ ശാസ്ത്രീയമായി നികുതി പിരിച്ചെടുക്കുന്നതിലാണ് സർക്കാരിന്റെ വിജയം. അത് വളരെ ഭംഗിയായി കഴിഞ്ഞ 5 വർഷം നടന്നു എന്ന് തന്നെയാണ് ഈ ബഡ്ജറ്റിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1,27,747 കോടി രൂപയുടെ അധിക നികുതി വരുമാനമാണ്. അതിന് മുമ്പിലത്തെ വർഷത്തെ ഇത് കണക്കാക്കുമ്പോൾ നമുക്കത് അത് 47,453 കോടി രൂപയായിരുന്നു 2016-17 മുതൽ 2020-21 വരെയുള്ള കാലഘട്ടത്തിലുള്ള. ഇപ്പൊ അതിന് എത്രയോ ഇരട്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് കഴിഞ്ഞു. അത് തീർച്ചയായും വളരെ കാര്യമായുള്ളൊരു പ്രവർത്തനം തന്നെയാണ്. അങ്ങനെ വരുമാനം കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട്, അതായത് കേന്ദ്ര സർക്കാർ തരാനുള്ള വിഹിതങ്ങളിൽ വെട്ടിക്കുറവ് വരുത്തുമ്പോൾ അത് മറികടന്ന് എങ്ങനെ പോകാൻ കഴിയും എന്നുള്ള ഒരു സർക്കാരിന്റെ ആർജവത്തിന്റെ തെളിവാണ് അതുകൊണ്ട് പിന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മുതലേ കേൾക്കുന്നതാണ് പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ സ്ത്രീപക്ഷ സർക്കാരാണെന്നുള്ളത്. ഇപ്പോ അവരുടെ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ എല്ലായിട്ടും മുൻനിർത്തി 3,720 കോടി രൂപയാണ്. അത് വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതി, അതുപോലെ തന്നെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടുത്തെ സ്ത്രീകൾക്ക് താമസിക്കാൻ വേണ്ടി ടെക്നോ പാർക്കിനുള്ളിൽ തന്നെ അവർക്ക് ഒരു കോട്ടേജ് സംവിധാനം പോലെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ടെക്നോ പാർക്കുകൾ അതിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സർക്കാരിന്റെ ചെലവ് നിർമ്മിക്കും. അതിനും പൈസ തുടക്കം എന്ന നിലയിൽ 5 കോടി രൂപ അതിന് വകമാറ്റി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ടെക്നോ പാർക്കുകളെല്ലാം സ്ഥലമുള്ളതാണ്, അവർ സ്ഥലം കൊടുക്കും. അപ്പോൾ ടെക്കികളായ യുവതികൾക്ക് ഇപ്പോൾ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പുറത്ത് രാത്രി കാലങ്ങളിൽ അവിടെ അസമയങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നത്തിന് ഒരു വലിയ പരിഹാരം ഇതുണ്ടാകും. ഒരു വളരെ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് അക്കാര്യത്തിൽ. അതുപോലെ തന്നെ 1.82 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.4 ലക്ഷം കോടി രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ്. തീർച്ചയായും റവന്യൂ വരവിനൊക്കെ കൂടുതൽ ചെലവുണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പോൾ അതിൽ വളരെ
റവന്യൂ വരവ് കുറഞ്ഞു എന്ന് പറഞ്ഞ് അടിസ്ഥാന സൗകര്യ വികസനത്തിനോ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. കാര്യം ഇത്തവണ ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ കാര്യമായി ആശാവർക്കർമാരുടെ കാര്യത്തിലും സാക്ഷരതാ പ്രവർത്തകന്മാർ ഇങ്ങനെ ഉള്ള ഇതിലെല്ലാം പൈസ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അത് തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ നല്ലൊരു തുക മാറ്റി വെച്ചിരിക്കുന്നത്. കൂട്ടും ഇപ്പൊ 2000 രൂപയ്ക്ക് 2500 രൂപ ആക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും അതിന് ധനമന്ത്രി എന്തായാലും തയ്യാറായിട്ടില്ല. അപ്പോ ഇത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ധനമന്ത്രി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. ഇങ്ങനെ കേന്ദ്രം ഇത്രയും ഞെരുക്കിയിട്ടും ഇത് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കേന്ദ്രം കുറച്ച് സഹായ മനോഭാവം കാണിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ വളർച്ച ഇതിനേക്കാൾ ഇരട്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന തുടർ വികസനങ്ങളാണ്. ഇപ്പോൾ രണ്ടാം ഘട്ട പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് ഈ രണ്ടാം ഘട്ടത്തിൽ തന്നെയാണ് 3ഉം 4ഉം ഘട്ടങ്ങളിലൂടെ പൂർത്തിയാവുന്നത്. അപ്പൊ തന്നെ വിഴിഞ്ഞത്തിന്റെ വരാൻ പോകുന്ന ബിസിനസ് വളരെ വലുതാണ്. ആ ബിസിനസ് മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ സമീപ പ്രദേശങ്ങളുടെ വികസനത്തിന് വേണ്ടി സർക്കാർ ഇപ്പൊ തൽക്കാലം 100 കോടി രൂപ കരുതിയിട്ടുണ്ട്. ഏതാണ്ട് 1000 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തത്. ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കിൻഫ്ര അതിനകത്ത് പെരിഫറലായി വരുന്നത്, അതായത് വിഴിഞ്ഞത്ത് തുറമുഖം നടക്കുമ്പോൾ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്തുള്ള കുറ്റിച്ചൽ കിൻഫ്ര ഇതിനു വേണ്ടി ലോജിസ്റ്റിക്സ് പാർക്കിന് വേണ്ടി സ്ഥലമായിട്ടെടുക്കുകയാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം ഒരു വിഴിഞ്ഞത്തിന്റെ ചുറ്റുവട്ടത്തോ തിരുവനന്തപുരം സിറ്റിക്കകത്തോ അല്ല, തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒന്നാകെ തന്നെ കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനം സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് തൊഴിലന്വേഷകരായ യുവജനങ്ങൾക്ക് വളരെ മികച്ചൊരു പ്രയോജനമാണ് അത് ഉണ്ടാക്കുന്നത്. അത് തലസ്ഥാന നഗരത്തിന്റെ ജില്ലയുടെ തന്നെ വികസനം, നഗരത്തിന്റെ എന്നല്ല ജില്ലയുടെ തന്നെ വികസനത്തിന് വളരെ വലിയ പ്രോജക്ട് സർക്കാരിന്റെ കയ്യിലുണ്ട്. അതാണ് സർക്കാർ ജീവനക്കാർക്ക് സന്തോഷിക്കാനുള്ള ഒരു പ്രധാന കാര്യമാണ്. കാരണം DA കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സമരങ്ങളൊക്കെ നടക്കുന്ന ഒരു സമരം, കഴിഞ്ഞ ദിവസം സമരം നടക്കുന്നത്. അവർക്കത് പക്ഷേ ഈ അടുത്ത മാസത്തെ ശമ്പളത്തോടൊപ്പം കൊടുക്കാനാണ് തീരുമാനം. അത് അതിനകത്ത് വളരെ ഭംഗിയായി ബാലഗോപാൽ അത് പറഞ്ഞിട്ടുണ്ട്. സ്വയം വിമർശനപരമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. DA യും DR ഉം എല്ലാം കൊടുക്കുന്നതിൽ കാലതാമസം നേരിട്ടു, അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. എന്നാൽ ഇത് മുഴുവൻ കൊടുക്കാനും തീരുമാനിച്ചു. ഇത് മുഴുവൻ കൊടുക്കുന്നത് ഇതിന്റെ ആദ്യ ഗഡു ഫെബ്രുവരി മാസത്തെ, അതായത് 3 ദിവസം കഴിഞ്ഞാൽ ലഭിക്കുന്ന ശമ്പളത്തിൽ, ഇന്ന് 29, 30, 31 1-ാം തീയതി മുതൽ ലഭിക്കുന്ന ശമ്പളത്തിൽ DA കുടിശ്ശികയുടെ ഒരു ഗഡു കൊടുക്കുകയും മാർച്ചിന് മുമ്പ് മുഴുവൻ കൊടുത്ത് തീർക്കുക, മാർച്ച് മാസത്തെ ശമ്പളത്തിൽ മുഴുവൻ പൈസയും കൊടുത്ത് തീർക്കുക, ഏപ്രിലിന് മുമ്പ് അവരുടെ DA കുടിശ്ശിക തീർക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് തീർച്ചയായും അങ്ങനെ നടക്കും എന്നുള്ളത് തന്നെയാണിത്. ഇപ്പോൾ പിന്നെ വരുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ. ശമ്പള പരിഷ്കരണ കമ്മീഷൻ സർക്കാർ പ്രഖ്യാപിച്ചതിന് പുറമെ 3 മാസത്തെ കാലാവധിയാണ് കൊടുത്തിട്ടുള്ളത്. കമ്മീഷനുകളാണ് ചിലപ്പോൾ കാലാവധി നീണ്ടുപോകും. കാലാവധി നീണ്ടുപോകണമെങ്കിൽ അതിനൊരു പരിഹാര മാർഗവും സർക്കാരിന്റെ കയ്യിലുണ്ട്. പക്ഷെ അതിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനു മുമ്പൊക്കെ KN ബാലഗോപാലുമായി സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശം നടപ്പിലാക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. എന്നാലും ശമ്പള പരിഷ്കരണ കമ്മീഷൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കാതെ തന്നെ ശമ്പളം വർദ്ധിപ്പിക്കാമായിരുന്നു എന്നാണ്. ഒരു കാരണവശാലും അത് അങ്ങനെ ചെയ്യുന്നത് ന്യായയുക്തമായിരിക്കില്ല. പിന്നെ 3 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരും. തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അടുത്ത സർക്കാരിന്റെ ചുമലിലേക്ക് മാറും എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷേ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുന്നതിന് മുമ്പ് തന്നെ DA കുടിശ്ശിക അടക്കമുള്ള പൈസ അവർക്ക് കിട്ടും. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ സമയമാകുന്നതേ ഉള്ളൂ. ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എത്ര താമസിച്ചാലും വർധന വരുന്ന തുക കുടിശ്ശികയായി അവർക്ക് ശമ്പളത്തിൽ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണം. പെൻഷൻ കുടിശ്ശിക അപ്പൊ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ജീവനക്കാർക്ക് നേട്ടം തന്നെയാണ്. മെഡിസെപ്പിന്റെ പരിധി കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറഞ്ഞ ഈ മെഡിസെപ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തുക ഇതിനകത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഇത് ആ ഇൻഷുറൻസ് മേഖലയെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് 1-ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ വിദ്യാർത്ഥികളുടെ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി വളരെ മികച്ചൊരു തീരുമാനം. മാതൃകയായി അത് വളരെ ഇതാണ്. വളരെ ഏറ്റവും സാധാരണക്കാരായ അല്ലെങ്കിൽ BPL ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. അവർക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏത് അസുഖത്തിനും ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു ജനങ്ങൾക്കൊരു വലിയ നേട്ടമാകും. ഒരു ആരോഗ്യ ചികിത്സയാണ് ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുന്നത്. അതായത് സ്വകാര്യ മേഖല വരുന്ന ഒരു വലിയ ചികിത്സാ ചെലവ്. സർക്കാർ ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളുടെ കാര്യം വരുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഏറ്റവും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്.
അവർക്കൊരു ഇൻഷുറൻസ് സഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു മികച്ച നേട്ടമാണ്. സർക്കാരിന് അഭിമാനിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന് തലവേദനയായിരുന്ന ഒരു സംഭവമായിരുന്നു ആശാ വർക്കർമാരുടെ സമരം. പക്ഷേ അവർക്ക് ആശ്വാസകരമായ ഒരു രീതി ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. അവർ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട്. അന്ന് തന്നെ അവർക്ക് പൈസ ഇൻസെന്റീവ് കൂട്ടിക്കൊടുത്തു. ഇന്ന് ഇൻസെന്റീവും കൊടുത്തു, 1000 രൂപ അധികം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവരെങ്ങനെ ഏത് തരത്തിൽ അവരൊരു ആദ്യമൊക്കെ സമരം നടത്തിയത് ആശാവർക്കർമാരാണെങ്കിൽ പിന്നീട് അതൊരു പൊളിറ്റിക്കലൈസ് ചെയ്തു. അത് അവരെല്ലാം ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി, പ്രതിപക്ഷത്തിന്റെ ഭാഗമായി സർക്കാരിനെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ അതൊന്നും പരിഗണിച്ചില്ല. സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്തു. ഇപ്പോൾ അവർക്ക് 1000 രൂപ അധികം വർദ്ധിപ്പിച്ചു കൊടുത്തു. മിനിമം ഒരു ആശാ വർക്കറിന് ഏതാണ്ട് ഒരു 15,000 രൂപ ഒരു മാസം കിട്ടുന്ന തരത്തിലേക്കാണ് ഈ പുതിയ ഇത് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് സമസ്ത മേഖലയെയും ബാധിക്കുന്ന ഉൾക്കൊണ്ടുള്ള ഒരു ബജറ്റാണ്. പിന്നെ അതൊന്നും പറ്റുന്നതല്ല. നമ്മുടെ ഈ പറഞ്ഞ പ്രധാന ഒരു കാര്യം, ഇന്ന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കരഘോഷം കിട്ടിയ ഒരു ധനമന്ത്രിയുടെ ഒരു ഇതുണ്ട്. മതമല്ല മതമല്ല മതമല്ല, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. അതൊരു എല്ലാവരും അത് കരഘോഷത്തോടുകൂടിയാണ് അത് കൈയേറ്റത്. അതിന്റെ കാരണം ഇപ്പൊ പല കോണുകളിൽ നിന്നും മതപരമായും മറ്റ് ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ പലതരത്തിൽ നിന്നും സർക്കാരിനെതിരെ പോലും വരുന്നൊരു കാലമാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത്തരം ചില വർഗീയ ശക്തികൾ രഹസ്യമായും പരസ്യമായും കൂട്ടുകൂടാനൊക്കെ നടക്കുന്നുണ്ട്. അവരൊക്കെ ഈ ജനാധിപത്യ രാഷ്ട്രവാദികളല്ല, അവരൊക്കെ സ്വന്തം രാഷ്ട്രവാദികളാണ്. അവരുടെ മതരാഷ്ട്രം അതിനെതിരെ CPM വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ കൃത്യമായ ബജറ്റ് പ്രസംഗത്തിനകത്ത് ബാലോൽ പറഞ്ഞു. ബാലോൽ തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: എത്ര ലക്ഷം കോടി ചിലവാക്കിയാലും കിട്ടാത്തൊരു സ്വത്ത്, എത്ര ബജറ്റ് അവതരിപ്പിച്ചാലും കിട്ടാത്തൊരു സ്വത്ത് കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. അത് കേരളീയരുടെ ഒത്തൊരുമയാണെന്നാണ്. അവിടെ അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് പറയുന്നു, കേരളീയ ജീവിതത്തിന്റെ സ്വച്ഛതയിലേക്ക് വിഷം പകരാൻ അവർ പലരും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വരുമ്പോൾ പരാജയം സംബന്ധിച്ച് പിൻവാങ്ങുന്നവരല്ല നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും പരാജയം സംബന്ധിച്ച് പിൻവാങ്ങുന്നവരെല്ലാം മതരാഷ്ട്രവാദം ചീറ്റുന്ന വിഷസർപ്പങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ബാലു പോലെ പറയുമ്പോൾ അത് ആരെക്കുറിച്ചാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിനെതിരെ അവരും രംഗത്ത് വരും. ഈ വർഗീയതയ്ക്കെതിരെയുള്ള ജനകീയ ഐക്യം വളരെ ശക്തമായി വേണമെന്നുള്ള കാര്യം ഇപ്പോഴും ബജറ്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രധാന ചോദ്യമായിരുന്നു ജനപ്രതിനിധികൾക്ക് കിട്ടുന്ന ശമ്പളം അത്ര. അതിന്റെ പ്രധാന കാരണം VK പ്രശാന്തിന്റെ ഓഫീസ് ഒഴിയലുമായി ബന്ധപ്പെട്ടായിരുന്നു വന്നത്. അദ്ദേഹത്തിന് ഇതിൽ നിന്ന് പ്രത്യേക അലവൻസ് കൊടുക്കുന്നു. അവസാനം നിയമ വിവരാവകാശ പ്രകാരം തന്നെ അവർ പലരും ചോദിച്ചതിന്റെ വിവരങ്ങൾ എടുക്കുകയും ചെയ്യും. ഇന്ന് ഇതിനകത്തൊരു വലിയൊരു പ്രഖ്യാപനമുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർക്കും കൗൺസിലർമാർക്കും അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു. അത് കാലങ്ങളായ ആവശ്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പറിനൊക്കെ വളരെ ചെറിയ ഓണറേറിയമാണ് ഉള്ളത്. അവർക്ക് ഒരു MLA കിട്ടുന്ന ആനുകൂല്യം അവർക്ക് മണ്ഡലത്തിലേക്ക് പോകാം. പക്ഷെ ഒരു ചെറിയ വാർഡിലാണെങ്കിൽ പോലും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന ഓണറേറിയം കൊണ്ട് തികയില്ല. എല്ലാ ദിവസവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഓണറേറിയം കൊടുക്കുക തന്നെ വേണം. എന്നാൽ അവരുടെ പ്രവർത്തനം കൂടുതൽ ഉഷാറാവുകയും ആ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുകയും ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഒരു അപകട ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ എന്നാണ് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഒരു സംസ്ഥാനവും അത്തരത്തിലൊരു മുൻകരുതൽ എടുത്തിട്ടില്ല. പിന്നെ ഒന്ന് കേരള കലാകേന്ദ്ര സ്ഥിരം വേദി സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. പല ഇതുകളിലും വേദികൾ കിട്ടാതെ പലയിടത്തും ഓടി നടന്നാണ് പലരും പല സംഭവങ്ങളും സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഇതിനൊരു സ്ഥിരം വേദി വരുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയൊരു ഗുണം ചെയ്യുന്ന ഒരു സംഭവം തന്നെ. കോവിഡ് കാലം മുതൽ ചർച്ചയിലുള്ള ഒരു കാര്യമാണ്. ഈ സാധാരണ അനുഷ്ഠാന കലാകാരന്മാരും അതുപോലെ തന്നെ ഈ അമച്ചർ കലാകാരന്മാർക്കൊക്കെ അവർക്ക് ഈ ഉത്സവ സീസണുകളിൽ മാത്രം കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. കാര്യമായി അവർക്ക് ക്ഷേമ പദ്ധതികളൊന്നുമില്ല. അവർ ക്ഷേമ പെൻഷൻ സ്കീമൊക്കെ ഉണ്ടെങ്കിലും കാര്യമായ പദ്ധതികളൊന്നുമില്ല. അപ്പോൾ ദീർഘകാലമായ ഒരു ആവശ്യം സർക്കാർ നടപ്പിലാക്കുകയാണ്. അവരുടെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് സമാനമായ സംഗതികളുള്ളതാണ്. ഇപ്പോൾ പാരീസിലൊക്കെ ഇതിന് പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ ഒരു കേന്ദ്രം സർക്കാർ കൊണ്ടുവരണമെന്ന് ദീർഘകാലത്തെ ആലോചനയാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ്. നമ്മുടെ കലാകാരന്മാർക്കൊരു അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കൊരു നല്ല നേട്ടമാണ്. അവരുടെ സാമ്പത്തിക ഉന്നമനം മാത്രമല്ല, അവരുടെ നമ്മുടെ പ്രധാനപ്പെട്ട കലകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനൊരു അവസരം, പ്രത്യേകിച്ച് ഇത്തരം ഒരു കേന്ദ്രമൊക്കെ വരുമ്പോൾ അവിടേക്ക് വിദേശികളെത്തും. ഇപ്പം വരുന്ന വിദേശിയൊക്കെ ഈ സീസണലൈസ്ഡ് ആണ്. അതിപ്പോൾ ടൂറിസം മേഖലയുടെ ഇപ്പം വരുന്നത് പൂരം, ഏപ്രിൽ മാസത്തിൽ പൂരം സീസൺ വന്നാൽ അവർക്ക് പൂരം കാണാൻ പറ്റും. അതുപോലെ തന്നെ തെയ്യം കാണണമെങ്കിൽ, പടയണി, ഇതൊക്കെ കാണണമെങ്കിൽ ആ നടക്കുന്ന സമയത്ത് വന്നാൽ അവർക്ക് കാണാൻ. അതേസമയം ഇങ്ങനെ ഒരു കലാകേന്ദ്രം ഉണ്ടെങ്കിൽ അനുഷ്ഠാനങ്ങൾ പൂരമൊന്നും നടത്താൻ പറ്റില്ലെങ്കിലും തെയ്യം പോലുള്ള
അനുഷ്ഠാന കലകളൊക്കെ നമുക്ക് അവിടെ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിയും. അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക്, സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വലിയൊരു നേട്ടമാകും. അതുപോലെ ഈ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി 14,500 കോടി രൂപയാണ് നമ്മുടെ ഈ ബജറ്റിൽ സർക്കാർ മാറ്റി വെച്ചിരിക്കുക. അത് ആർക്കും വിമർശനത്തിന് ഒരു ഇട കൊടുക്കാതെയാണ് സർക്കാർ അത് ചെയ്തത്. കാര്യം ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുകയും ഇതിന് ഫണ്ട് വകയിരുത്താൻ പോയി ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ. 600 രൂപ ക്ഷേമ പെൻഷൻ ആയിരുന്ന കാലഘട്ടത്തിൽ, 400 രൂപ മുതൽ 600 രൂപ ക്ഷേമ പെൻഷൻ ആയിരുന്ന കാലഘട്ടത്തിൽ ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കുകയും അതിന് പണം വകയിരുത്താതെ കുടിശ്ശികയായി വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് ഇപ്പം നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇനി കാരുണ്യ ബലവൻ സ്കീമിന് വേണ്ടി, അതൊരു പുതിയ ഇൻഷുറൻസ് പദ്ധതിയായി കൊണ്ടുവരികയാണ്. കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ മാനദണ്ഡം, അതായത് കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള കുടുംബങ്ങൾ, അതായത് കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ അംഗമാവണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ബിപിയിൽ താഴെ ആയിരിക്കണം, അങ്ങനെ കുറെ മാനദണ്ഡം. അപ്പൊ അവർക്ക് ആ പരിധിക്ക് പുറത്തുള്ളവരും ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ചികിത്സിക്കാൻ മാർഗമില്ലായിരിക്കുന്നവർക്കുണ്ട്. അവർക്കൊരു പുതിയ ഇൻഷുറൻസ് സർക്കാർ ആലോചിക്കുന്നു പറയുന്നുണ്ട്. ഈ വർഷം തന്നെ അത് നടപ്പിലാക്കുമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാർച്ചോടുകൂടി അതിന്റെ ഉത്തരവിറങ്ങാനാണ് സാധ്യത. നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. 50 കോടി രൂപ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഉപഭോക്താവിന് ചെറിയൊരു വിഹിതം അടച്ചുകൊണ്ട് ബാക്കി വിഹിതം സർക്കാർ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു അഭിമാന പദ്ധതിയാണ് ലൈഫ് പദ്ധതി. അതിലൂടെ നിലവില് 4,81,935 കുടുംബങ്ങൾക്കാണ് ഇപ്പൊ വീട് കൊടുത്തത്. അതിപ്പോ ഇവരുടെ ഈ സർക്കാരിന്റെ ഇത് പ്രകാരം 5,25,000 കടക്കുകയാണെന്നാണ് ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷമുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ലൈഫിന്റെ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഏറ്റവും സജീവമായ പദ്ധതികളിൽ ഒന്ന് ലൈഫ് പദ്ധതിയാണ്. കൃത്യമായി സമയബന്ധമായി തീർക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിൽ 179 വീട് കൊടുക്കാൻ പോവുകയാണ്. ചൂരൽമല മുണ്ടൊക്കെ ചൂരൽമല ദുരിതത്തിൽപ്പെട്ടവർക്കുള്ള വീട് കൊടുക്കാൻ പോകണം. അത് കൃത്യമായ ഒരു മാർഗനിർദ്ദേശമനുസരിച്ച് ഉദ്യോഗസ്ഥർ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായി നടപ്പിലാകുന്നുണ്ട്. ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിലെ പ്രധാന ഒരു പോയിന്റ്, ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്, അവരുടെ ജീവിത സുരക്ഷയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിതം അകറ്റാനാണ്. ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല, മനുഷ്യന്റെ പക്ഷത്താണ് സാർ ഞങ്ങൾ. വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറിയവരാണ് ഞങ്ങളെന്നാണ് ആ ബജറ്റ് പ്രഖ്യാപനത്തിനകത്ത് അത് പറയുന്നുണ്ട്. അതിനകത്താണ് പറഞ്ഞത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെന്ന് മന്ത്രി എടുത്തെടുത്ത് പറഞ്ഞത്. അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് ബജറ്റിൽ വളരെ ശക്തമായി ഉയർത്തി കാണിക്കുകയാണ്. സാധാരണക്കാരന്റെ വിഷയം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു ഇതുണ്ട്. SIR-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ട്. SIR നടപ്പിലാക്കുമ്പോൾ പുറത്തായി പോകുന്നവരെ കുറിച്ചുണ്ട്. ഇപ്പൊ തന്നെ SIR-ന്റെ ആദ്യത്തെ ലിസ്റ്റ് വന്നപ്പോൾ നിരവധി പേർ ഒരു കാരണമില്ലാതെ പുറത്തായിട്ടുണ്ട്. അതിനകത്ത് തോമസ് ഐസക്കിന്റെ പേര് പോലും, 2 തവണ ധനകാര്യമന്ത്രിയായിരുന്ന TM തോമസ് ഐസക്കിന്റെ പേര്, അദ്ദേഹത്തിന്റെ പേര് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊരു വലിയ ഭീതിയായ ജനങ്ങൾക്കിടെ ഇതിലേക്ക്. അപ്പൊ അതിന് ബദലായ ഒരു ഇത് വരുന്നു. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ രേഖകൾ നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടില്ല, തിരിച്ചറിയാനുള്ള അവകാശം നഷ്ടപ്പെടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേറ്റിവിറ്റി കാർഡ് നടപ്പിലാക്കാൻ നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അതിനുവേണ്ടി 20 കോടി രൂപ ആദ്യഘട്ടം എന്നല്ലേ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നേറ്റിവിറ്റി കാർഡ് നടപ്പാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. ഇതിനെതിരെ പ്രതിപക്ഷവും BJP-യും ശക്തമായ പ്രതിഷേധം വന്നതാണ്. പക്ഷെ അത് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ. മറ്റൊന്ന്, ഈ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ് വർക്ക് നിയർ ഹോം. അതായത് പലർക്കും വീടിനടുത്തിരുന്ന് തന്നെ അവരുടേതായ ജോലികൾ ചെയ്യുന്നതിന് എല്ലാവരും ഏകീകൃതമായിട്ടൊരു പദ്ധതിയാണ്. അതിന് ഇത്തവണത്തെ ബജറ്റിൽ 150 കോടി രൂപയാണ് ഇത്തവണ ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത്. അത് വളരെ വലിയ പ്രയോജനം ചെയ്യുന്ന ഇപ്പൊ IT കമ്പനികളൊക്കെ ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് അവർക്ക് സ്വന്തം വീടിനടുത്ത് ഇത് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളതാണ്. വളരെ സ്വീകാര്യമായ ഒരു പദ്ധതിയാണ്. IT രംഗത്ത് ജെൻസി വളരെ സ്വാഗതം ചെയ്ത ഒരു പദ്ധതിയാണ്. കുടുംബശ്രീയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 30 ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഇതുവരെ അവർ 30 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗ്ലോബൽ ലോഞ്ച് നടത്തി കഴിഞ്ഞു. 150 ഉൽപ്പന്നങ്ങൾ കൂടി അടുത്ത ഘട്ടം വിപണിയിൽ ഇറക്കും എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് ഇതിനകം ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് താല്പര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് 150 ഉൽപ്പന്നങ്ങൾ കൂടി പുറത്തിറക്കുമെന്ന് പറയുമ്പോൾ ഒരു ജില്ലയിലെ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഒരു ഉൽപ്പന്നം വെച്ച് ആയാൽ പോലും ഒരു ജില്ലയ്ക്ക് 10 നിർമ്മാണ യൂണിറ്റുകൾ വരും. 10 നിർമ്മാണ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ 150 ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ കുടുംബശ്രീ യൂണിറ്റിലും 15 പേര് ഇതിനകത്ത് വന്നാൽ
150 സ്ത്രീകൾക്ക് ജോലിയാകും, അവർക്ക് വലിയ വരുമാനം ഇത് കിട്ടും. വൻകിട കുത്തക കമ്പനികളുടെ ഒരു ഇതാണ് തടയടലും കൂടെയാണ്. ഇത്രയും വലിയ വിപണി, ലോക വിപണി കുടുംബശ്രീ വഴി കേരളത്തെ സ്വദേശിവൽക്കരിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഈ ഒരു വിപണി കണ്ടെത്താൻ സഹായം ചെയ്തു കൊടുക്കും. മറ്റൊരു പ്രധാന കാര്യമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു പ്രധാന സംഭവം. ഇന്ന് വരെ ഒരു ബഡ്ജറ്റിലും അഡ്രസ് ചെയ്യപ്പെടാതെ പോയ ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷ തൊഴിലാളി. ഗതാഗത സമയം നട്ടെല്ലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കേന്ദ്ര സർക്കാർ നയങ്ങളും ഇന്ധന വർധന ചെലവ് മൂലം പ്രതിസന്ധി നേരിടുന്ന ഓട്ടോറിക്ഷ തൊഴിൽ രംഗത്തെ സംരക്ഷിക്കുന്നതിനായി ചില നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലൊന്നാണ് പരിസ്ഥിതി സൗഹൃദ മാറ്റം. അതായത് അവർക്ക് ഈ ഓട്ടോറിക്ഷ വാങ്ങണമെങ്കിൽ ഈ 40,000 രൂപ ഒറ്റത്തവണത്തെ സ്ക്രാപ്പേജ് ബോണസ് ആയി അനുവദിക്കും. അതായത് പെട്രോൾ ഡീസൽ കാലാവധി കഴിഞ്ഞ് പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്കാണ് ഇത്. ഈ ഓട്ടോറിക്ഷകൾ പുറത്ത് വിറ്റാൽ ചിലപ്പോൾ 40,000 രൂപ കിട്ടില്ല. ഒരു പൊളിച്ച് വിൽക്കാൻ തയ്യാറായ 40,000 രൂപ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് അവർക്ക് കിട്ടും. പിന്നെ പലിശ ഇളവ്. പൊതുമേഖലാ ബാങ്കുകൾ എടുക്കുന്ന വായ്പയ്ക്ക് 2%. അത് ഭയങ്കര വലിയ നേട്ടമാണ്. 2% നമുക്കൊരു നിസ്സാരമായി തുടങ്ങി 1 ലക്ഷം രൂപയുടെ 2% എന്ന് പറഞ്ഞാൽ എത്ര രൂപ? 2,000 രൂപ ഒരു വർഷത്തേക്ക് വരുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇത്രയും കാലം ഒരു ബഡ്ജറ്റിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അഡ്രസ് ചെയ്യുന്ന 20 കോടി രൂപയുടെ മാറ്റി വെച്ചിരിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അഡ്രസ് ചെയ്യുന്ന ഒരു ഇത്. അത് മാത്രമല്ല മറ്റൊരു സാധനങ്ങളുണ്ട്. 5000-ത്തിലധികം അനൗപചാരിക ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് മൈക്രോ ഹബ്ബുകളാക്കി മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്മാർട്ട്, അതിനകത്ത് ചാർജർ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്, ഈ തൊഴിലാളി സൗഹൃദമായ ഇത് വരുന്നുണ്ട്. അതിനും 20 കോടി രൂപ നീക്കിയത് അതൊരു വലിയ നേട്ടമാണ്. കാര്യം ഈ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരെ ഇതുവരെ ആരും അഡ്രസ്, ഇതുവരെ ഒരു ബഡ്ജറ്റുകളിലും ഇടത് സർക്കാരിൻ്റെ ബഡ്ജറ്റായാലും ശരി, UDF സർക്കാരിൻ്റെ ബഡ്ജറ്റായാലും ശരി, കേന്ദ്ര ബഡ്ജറ്റായാലും ശരി, ഇത്തരക്കാരെ അഡ്രസ് ചെയ്ത് കണ്ടില്ല. കേന്ദ്ര സർക്കാർ തട്ടുകടക്കാരെയൊക്കെ അഡ്രസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഓട്ടോറിക്ഷ തൊഴിലാളി അവർക്ക് ഭയങ്കര ഒരു നേട്ടമാണ് ഈ വരാൻ പോകുന്നത്. 40,000 രൂപ ചെറിയൊരു എമൗണ്ട് അല്ല. 1,40,40,000 രൂപ അടുപ്പിച്ച് ഒരു ഇലക്ട്രിക് ഓട്ടോയ്ക്ക് പൈസ വരുമ്പോഴത്തേക്ക് സ്വാഭാവികം 40,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസം തന്നെയാണ്. മറ്റൊന്നാണ് റിട്ടയർമെന്റ് ഹോമുകൾ. അതായത് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ള ഒരു സർവേ അടുത്തിടെ വന്നിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റ് ഹോമുകൾ വരുന്നുണ്ട്. അതിന് 30 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ ജോലി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വിശ്രമിക്കുന്ന വേള മക്കളൊന്നും ഇവിടെ ഇല്ലാത്ത അവരുടെ ഈ ഒരു അവർക്കതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ സർക്കാർ ഇതിനകത്തോട്ട് പറഞ്ഞു. ഇതൊരു വയോജന സൗഹൃദ ബജറ്റാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു വയോജന സൗഹൃദ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇത് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വയോജന സൗഹൃദ ബജറ്റാണെന്ന് പ്രസംഗത്തിനിടെ തന്നെ ബലവോൽ പറഞ്ഞു. ഈ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുന്നവർക്ക്, അവർക്ക് അസുഖബാധിതരായിട്ടുള്ളവരുണ്ടാവും, ശാരീരിക സുഖം കുറഞ്ഞവരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ വേണ്ടി ഒരു കേന്ദ്രം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. ഇടയ്ക്കും അങ്ങനത്തെ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ ഇതിനകത്തോട്ട് ഇന്നത്തെ ബജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ളവർക്കാണ് ചെലവ് കുറച്ച് വിഹിതം അടയ്ക്കുന്ന തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇനി ഈ കാലത്ത് എല്ലാവർക്കും വേണ്ടതാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രായമായവർ ഒറ്റയ്ക്ക് കഴിയുന്ന വീടുകൾ നിരവധിയുണ്ട്. മക്കളെല്ലാം വിദേശത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തേക്ക് അവർ ഒറ്റയ്ക്ക് കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തന്നെ ഇതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ പരിപാലിപ്പിക്കുന്നതിന് വേണ്ടി പ്രാദേശിക തലത്തിൽ ഒരു വോളണ്ടിയർ സേന രൂപീകരിക്കും. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും, ചികിത്സ ഉൾപ്പെടെ സഹായത്തിന് വിളിക്കാൻ ടെലിഫോൺ നമ്പറുകൾ പരസ്യപ്പെടുത്തും. ഓൺ കോൾ വോളണ്ടിയർമാരുടെ സേവനം. ഈ പദ്ധതിക്ക് വേണ്ടി 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ നവോത്ഥാന അല്ല, ഇതിന്റെ കൂടെ പറയുമ്പോൾ ക്യാൻസർ, ലെപ്രസി, ക്ഷയം, എയ്ഡ്സ് രോഗബാധിതരുടെ പ്രതിമാസ പെൻഷനിൽ 1000 രൂപയുടെ വർധന കൂടെ വരുത്തിയിട്ടുണ്ട്. 2000 രൂപ. സ്വാഭാവികമായും ഇത്തരം രോഗികൾക്ക് 1000 രൂപ ഇതുവരെ കിട്ടി. അത് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന പൈസയാണ്. ഇപ്പോൾ 1000 രൂപ 2000 രൂപ വലിയൊരു ആശ്വാസമാണ്. ഇന്നത്തെ ബജറ്റിനകത്ത് നവോത്ഥാന നായകരെയും പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. അയ്യങ്കാളി ആയിരുന്നാലും വൈകുണ്ഠസ്വാമി ആയിരുന്നാലും വൈകുണ്ഠസ്വാമിക്ക് ഒരു സ്മാരകം പണിയുന്നു എന്നുള്ള. വൈകുണ്ഠസ്വാമിക്ക് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും വരാനാണ് സാധ്യത. തിരുവനന്തപുരത്താണ് വൈകുണ്ഠസ്വാമിയുടെ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതൊരു നല്ല കാര്യം. വൈകുണ്ഠസ്വാമിയുടെ ഒരു സ്മാരകം വരുമ്പോൾ അതൊരു സാംസ്കാരിക കേന്ദ്രം എന്നൊരു പഠന കേന്ദ്രമായി മാറും. വൈകുണ്ഠസ്വാമിയുടെ തത്വങ്ങളും ആദർശങ്ങളും അദ്ദേഹം സമൂഹത്തിൽ നടത്തിയ ഇടപെടലൊക്കെ ചെറുതല്ല, വലിയ ഇടപെടലുകളാണ് നടത്തിയത്. അപ്പോൾ അതൊരു പഠന കേന്ദ്രമായി മാറുമെന്നുള്ള തർക്കം. 2 കോടി രൂപയുടെ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി തന്റെ 5ാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനത്തിന്റെ അവസാന പൊതു പരിപാടിയിൽ പങ്കെടുത്തത് 1937 ജനുവരി 21 കൊട്ടാരക്കര
തൃക്കണ്ണമംഗലമായിരുന്നു. ആ ക്ഷേത്രമാണ് അന്ന് അതെ. ആ ക്ഷേത്രം എല്ലാവർക്കും വേണ്ടി, എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുത്തതാണെന്ന് ഗാന്ധിജി. പക്ഷെ അവിടെ നമുക്കൊരു ഇപ്പൊ വരാൻ പോകുന്ന പബ്ലിക് ലൈബ്രറിയും ഗാന്ധി സ്മാരകവും സ്ഥാപിക്കാൻ 2 കോടി രൂപ ഈ അവിടെ ഈ അനുവദിച്ചു. അറിവ് താഴെ തട്ടിലേക്ക് ജനങ്ങൾക്ക് ലഭ്യമായ തരത്തിൽ എത്തിക്കുക എന്നുള്ളൊരു ഒരു മുന്നൊരുക്കമാണ്. അതെ. ഇത് പോകാൻ പാടില്ലാത്ത ഒരു സംഗതിയുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. ഒരു നിലവിൽ കേരളത്തിൽ +2 വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യം. സൗജന്യമാണ്. ഇനി +2 കഴിഞ്ഞ് ഡിഗ്രി 3 വർഷം ഡിഗ്രി പഠിക്കുന്നത് ഫീസ് കൊടുക്കേണ്ട, ഫീസ് കൊടുക്കാനൊക്കെ പഠിക്കാം, മിനിമം ഫീസ് പഠിക്കാം എന്നുള്ള ഇതാണ്. സർക്കാർ ജീവനക്കാർ പേടിക്കേണ്ട. മെഡിസെപ്പ് 2.0 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ അടുത്ത 3 ദിവസത്തിനകം പുതിയ മെഡിസെപ്പ് നിലവിൽ വരും. അത് അതിനകത്ത് പ്രത്യേകതകളുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും മെഡിക്കൽ പരിശോധനകൾ ഇല്ലാതെ തന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനം നൽകുന്നു. 104 വയസ്സുള്ള വ്യക്തി വരെ മെഡിസിൽപ്പിൽ നിന്ന് ഇൻഷുറൻസ് സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലിലൂടെ മന്ത്രി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുന്നാക്ക സമുദായങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടും ഇതിനകത്ത് പ്രഖ്യാപനം. തീർച്ചയായിട്ടും അതും എടുത്തു പറയേണ്ട ഒന്നാണ്. കാര്യം സാധാരണ മുന്നോക്ക സമുദായങ്ങളെ അവഗണിക്കുകയാണ്. ഇത് മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവർക്ക് വേണ്ടിയുള്ളതാണ്. അത് ഈ പിന്നോക്ക സമുദായങ്ങൾ എതിർക്കുന്നതാണ്. മുന്നോക്ക സമുദായങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും മറ്റവരെ എതിർക്കും. പക്ഷെ അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു പൊരുതി ന്യൂനപക്ഷങ്ങളെയും കൈവിട്ടിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി 94.69 കോടി രൂപ ഇത്തവണ വകയിരുത്തി. മാത്രമല്ല ന്യൂനപക്ഷങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായമുണ്ട്, അവരുടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി, അങ്ങനെ നിരവധി പദ്ധതികൾ ഇതിനകത്തുണ്ട്. അതുപോലെ സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷനിലേക്കും അവർക്ക് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. ഈ റോഡ് അപകടങ്ങളിൽ പെടുന്നവരെക്കൊണ്ട് സംസ്ഥാനത്ത് പ്രതിവർഷം 48,000 റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശരിയാണ്. ഇത്രയും റോഡ് അപകടങ്ങൾക്ക് പറ്റുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്വാഭാവികമായി നമ്മൾ ആദ്യം അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടു. അവിടെ ചെല്ലുമ്പോൾ പൈസ അടയ്ക്കാൻ ചികിത്സ കിട്ടും. പക്ഷെ ഇപ്പം അത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 ദിവസം സർക്കാർ പൈസ കൊടുക്കും. ഏത് ആശുപത്രിയിൽ കൊണ്ടുവന്നാലും അവിടെ ഈ പദ്ധതി രജിസ്റ്റർ ചെയ്യുന്ന ആശുപത്രികൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 5 ദിവസത്തെ സകല സർക്കാർ ചികിത്സ കൊടുക്കുക തന്നെ വേണം. അത് ചികിത്സ നിഷേധിക്കരുത് എന്നതാണ്. അങ്ങനെ അത് നല്ലൊരു ഇതാണ്. 48,000 പേരൊക്കെയാണ് ഒരു വർഷം അപകടത്തിൽ മരിക്കുന്നത്. അപ്പൊ ഇത് പലതും ചികിത്സ കിട്ടാതെ മരിക്കുന്നതാണ്. സമയത്ത് ആശുപത്രി എത്തിക്കാത്തതും ചികിത്സ കിട്ടാതെയൊക്കെ മരിക്കുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് ഇതിന്റെ വയോജന ബഡ്ജറ്റ് എന്ന് ഉൾപ്പെടുത്തിയത്. കാര്യം വയോജനങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രായമായവർ, റിട്ടയറായവർ, വീട്ടിൽ കിടക്കുന്നവർ, അവർക്ക് ഈ മക്കളും മരുമക്കളും ഒക്കെ അവരുടെ സ്വത്തൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് അവരെ പീഡിപ്പിക്കുകയും അവരെ ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവർ സ്വാഭാവികമായി ഇത് പോലീസ് സ്റ്റേഷനിൽ പോകണം, പിന്നെ നേരെ കളക്ടറേറ്റിൽ പോകണം, പിന്നെ കളക്ടറിനകത്ത് ഇടപെട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ വയോജന കമ്മീഷൻ നിലവിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും വലിയ ഇതൊക്കെ ഇവർക്കൊരു സുരക്ഷിതത്വ ബോധം തോന്നുകയും ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി നടപടിയെടുക്കാൻ ഒരു സർക്കാർ സംവിധാനം ഉണ്ട് എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ഈ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ ഈ മനഃപൂർവമായ അവഹേളിക്കലുകൾ കുറെയൊക്കെ കുറയും. പിന്നെ ഒരു ഭിന്നശേഷി സൗഹൃദവും കൂടെ ഉണ്ട് നമ്മുടെ ഈ ബജറ്റിൽ. അവർക്കായിട്ട് 209.25 കോടി രൂപയാണ് ബജറ്റിൽ. കാലാകാലങ്ങളിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ബജറ്റുകളിൽ ഭിന്നശേഷി ബജറ്റിലാണ്. ഇത്തവണ ഇത്തിരി പൈസ കൂടുതൽ ഇത്തവണ. അതിന് മാത്രമല്ല, മിക്കവാറും എല്ലാം ഈ കാർഷിക മേഖലയിലൊക്കെ തന്നെ കാര്യമായ ഊന്നൽ കാർഷികാനുബന്ധ മേഖലയിലെ പദ്ധതികളെങ്കിൽ 2071.95 കോടിയായി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ 243 കോടി രൂപ കേന്ദ്ര വിഹിതമായിട്ട് പ്രതീക്ഷിക്കുന്നതാണ്. കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. എന്നാലും 2021 കോടിയിൽ ഏതാണ്ട് ഒരു 1600 കോടി സംസ്ഥാന വിഹിതമാണ്. അത്രയെങ്കിലും കാർഷിക മേഖലയിൽ നടപ്പിലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു സംഭവമാണ് മൃതസഞ്ജീവനി എന്നുള്ളൊരു പദ്ധതി. അതായത് പലർക്കും ഇപ്പോൾ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റുന്നില്ല. അതൊരു ആശ്വാസമാണ് സംസ്ഥാന സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി. അതിനുവേണ്ടി 2.50 കോടി രൂപ ഇത്തവണത്തെ ബജറ്റിലേക്ക് മാറ്റി. അത് തീർച്ചയായിട്ടും സർക്കാർ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഈ കാർഷിക മേഖലയിൽ സമഗ്ര പച്ചക്കറി വികസനത്തിനൊക്കെ 78 കോടിയൊക്കെ വെച്ച് ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നാളികേര വികസനത്തിന് 73 കോടി രൂപ. തേങ്ങ വാങ്ങിക്കാൻ തന്നെ ഇപ്പൊ കടയിലേക്ക് പോകാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ 73 കോടി രൂപ വെച്ചിരിക്കുകയാണ്. കൂടുതൽ ഉത്പാദനം നടന്നാൽ വില കുറയും എന്നുള്ള പ്രതീക്ഷയൊക്കെ നമുക്ക് ഉണ്ടാകും. അല്ല, അത് മാത്രമല്ല, ഇപ്പോഴത്തെ പലരും ഇന്നത്തെ ബജറ്റിനെ നോക്കി കാണുന്നത് തന്നെ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ എന്നുള്ളതായിരുന്നു നോക്കി കണ്ടിരുന്നത്. ഒരിക്കലും നമുക്ക് ഇടതുപക്ഷ സർക്കാരിന്റെ ബജറ്റിന്, പ്രത്യേകിച്ച് ഈ 1 ഉം 2 ഉം പിണറായി സർക്കാരിന്റെ ബജറ്റിന് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കാണാൻ പറ്റില്ല. കാര്യം ഉറപ്പായും ഇതൊരു ഇലക്ഷൻ മാനിഫെസ്റ്റോ തന്നെയാണ്.
ഇടതുപക്ഷം പ്രഖ്യാപിച്ച പ്രകടന പത്രികയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇനി പ്രഖ്യാപിക്കാനുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പ്രഖ്യാപിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ കാര്യങ്ങളൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ്, അതായത് 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രിക അവർ പൂർണ്ണമായി നടപ്പിലാക്കി. ഏതാണ്ട് 1ാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ 98.5% വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിരുന്നു. ബാക്കി 1.5% വരുന്ന വാഗ്ദാനങ്ങൾ ആക്കാത്തതല്ല, അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിലാണ്. അതിന് കേന്ദ്ര അനുമതി മറ്റ് സംഗതികളൊക്കെ വേണം. അപ്പൊ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അതിന് ഉദാഹരണമായി പറയാൻ പറ്റുന്നത് കേരള ഇന്ന് ബാലഗോപാൽ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തന്നെ അത് തീരുമാനമെടുത്തു. അതിവേഗ റെയിലിന് അനുമതി കൊടുത്തുകൊണ്ട് മന്ത്രിസഭ തീരുമാനിച്ചു. ഇന്ന് ബാലഗോപാൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു പേരിന്റെ പേരിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇനി ഈ സാങ്കേതികവിദ്യ മാറുന്നതും ഞങ്ങൾക്ക് തടസ്സമില്ല, ഞങ്ങൾക്ക് ഈ പദ്ധതി വേണം. അതിനുവേണ്ടി കേന്ദ്രം എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് ഈ ബഡ്ജറ്റിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്ന ഇത്തരം ചില കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാന കാര്യം ഈ 2ാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയും ഏതാണ്ട് 90% മുകളിൽ വാഗ്ദാനങ്ങൾ പാലിച്ചു. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ഒരു പ്രകടന പത്രികയാണെന്ന് പറഞ്ഞാൽ, പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായി ജനങ്ങൾ വിശ്വസിക്കും. ഈ നടപ്പിലാകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഈ ബജറ്റിൽ പറഞ്ഞതെന്ന് വിശ്വസിക്കും. പ്രതിപക്ഷം അങ്ങനെ ഒരു പ്രചരണം നടത്തുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം 2 സർക്കാരുകളെ തെളിയിച്ചതാണ്, ജനത്തിലതിൽ വിശ്വാസവും. മറ്റൊരു പ്രധാന കാരണം പൊതുഗതാഗത സംവിധാനത്തെ പ്രഖ്യാപനങ്ങളാണ്. അതിൽ ഏറ്റവും വലുത് KSRTCയുടെ നവീകരണം തന്നെയാണ്. എല്ലാ വർഷവും ബജറ്റിൽ KSRTCക്ക് ഒരു നിശ്ചിത വിഹിതം കൊടുക്കും. കാരണം അത് വേറൊന്നുമല്ല, അത് നഷ്ടക്കണക്കിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ KSRTC ജീവനക്കാർ മാസം ആദ്യ ദിവസം അവർ ശമ്പളം വാങ്ങുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം സംസ്ഥാന സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലാണ്. മന്ത്രിയുടെ ഒരു ഇടപെടൽ കൂടെ. അതെ, ഇപ്പൊ വന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെയും ഇടപെടലിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് KSRTC രക്ഷപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ മാസം തോറും ഗ്രാന്റ് അനുവദിക്കുന്നത്. ഇപ്പോ അതിനകത്ത് നമ്മൾ ഇതിനകത്ത് പറയുന്നത് കഴിഞ്ഞ 5 വർഷം ഈ ജനുവരി വരെ 662 ബസ്സാണ് KSRTC പുതിയ ബസ്സുകൾ. പക്ഷെ അത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് സംശയമാണ്. ഈ ബസ്സുമായി വന്ന വിവാദമൊക്കെ വരുമ്പോഴും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. 662 ബസ് 5 വർഷത്തിനുള്ളിൽ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഒരു വർഷം 100ലധികം ബസ് വാങ്ങിച്ചിരിക്കുന്നു. അതായത് KSRTCക്ക് 134 ബസ്സും KSRTCന് കീഴിൽ 528 ബസ്സുമാണ് മേടിച്ചത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഓടുന്നത്. അതെ. മറ്റൊന്ന് ഈ അവരുടേതെല്ലാം പുതിയ ബസ്സുകൾ, അതായത് BS4 ബസ്, പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ വേണ്ടി 127 കോടി രൂപ. എനിക്ക് തോന്നുന്നു KV ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 1 കോടി രൂപയ്ക്ക് താഴെ നമുക്ക് ഡീസൽ ബസ് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 150 ബസ് വാങ്ങിക്കാനുള്ള പൈസ ഇതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് മറ്റൊന്ന് മാധ്യമ പ്രവർത്തകരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അവർക്കൊരു 1500 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 13,000 രൂപ ഇനി മുതൽ പെൻഷൻ കിട്ടും. 1500 രൂപ എല്ലാവർക്കും വർദ്ധിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണയൊന്നും വർദ്ധിപ്പിച്ചില്ല. അപ്പൊ വർദ്ധിച്ചു. 11,000 രൂപയാണ് ഇപ്പൊ വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. 500 രൂപ വർദ്ധിപ്പിച്ചില്ല. ഓർഡർ ഇറക്കാത്തതുകൊണ്ട് 11,000 രൂപയാണ്. അപ്പൊ ഈ 1500 രൂപ 12,500 ആവും. അപ്പൊ മറ്റേ ഓർഡർ കൂടെ ഇറക്കിയാലേ 13,000 പറയാൻ പറ്റും. അതെ, എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ KSRTCയെ കുറിച്ച് പറഞ്ഞ പോലെ KSRTC മാത്രമല്ല, ഇതിനകത്ത് ഈ ജലഗതാഗതം അത് പലപ്പോഴും അത് ഈ കൊച്ചി വാട്ടർ മെട്രോയൊക്കെ വന്ന് വാട്ടർ മെട്രോയൊക്കെ ലോകത്തിൽ തന്നെ വലിയ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 100-150 കോടിയെങ്കിലും ഇതിന് ജലഗതാഗതത്തിന് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയെ കുറിച്ച് അതൊന്നും പറയണ്ട. കോടിക്കണക്കിന് രൂപയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ടൂറിസം മറ്റേ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്ക് 85 കോടിയുണ്ട്. പൈതൃക ടൂറിസത്തിനുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസം, നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ ഒരു നല്ല സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വികസിപ്പിക്കാം. അതിന് സർക്കാർ സഹായിക്കും. 20 കോടി രൂപ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഉത്സവങ്ങളെ ടൂറിസ്റ്റ് പരിപാടി, സാംസ്കാരിക പരിപാടികൾ എല്ലാം കൂടെ ടൂറിസത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന് 29 കോടി വെച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ല 159 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അപ്പൊ കുമരകം ടൂറിസം, അങ്ങനെ ഈ നഗര വികസനം അതിനകത്ത് എടുത്ത് പറയുന്ന വേറൊരു കാര്യം, ഇപ്പോ കേരളം അതിവേഗം നഗരവൽകൃതമായി കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. അതായത് 2050 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 80% നഗരപ്രദേശങ്ങളിലേക്ക് താമസം മാറ്റും എന്നുള്ളതാണ് പ്രോജക്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് മന്ത്രി പറയുന്നു. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ വിട്ട് ജനങ്ങൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ഒരു കണക്കുകൂട്ടൽ. അത് ഈ കൂടുതൽ സൗകര്യങ്ങൾ നഗരത്തിലുണ്ടെന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപ്രദേശത്തിൽ നടത്തുക. ഇപ്പം നഗരം വളരെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും
ഈ നഗരത്തിന്റെ വ്യാപ്തി വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ഗ്രാമപ്രദേശം അപൂർവമായി അല്ല, മാറുന്ന ഇന്നത്തെ സാമ്പത്തിക സർവേക്കകത്ത് ഒരു എടുത്ത് പറയുന്നുണ്ട്, അതായത് നഗരവും ഗ്രാമവും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരും. വരും. മാത്രമല്ല ഈ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ കൂടിയപ്പോൾ ഇവർക്ക് വലിയ വ്യത്യാസം ഇല്ലാതെ വരും. അതെ, അതെ, കൂടുതൽ ആൾക്കാർ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് നഗരത്തിന്റെ വികസനം കൂടും. അതെ. ഒരു ഇതുമില്ല. ഇപ്പൊ വയോമിത്രം പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 6 കോർപ്പറേഷനിലെ 85 മുനിസിപ്പാലിറ്റികളും 4 ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇപ്പൊ ഈ പദ്ധതി ഉള്ളത്. കൂടുതൽ നടപ്പിലാക്കാൻ വേണ്ടി 27 കോടി രൂപ അതിനകത്ത് അതെ, അതെ. നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നടപ്പിലാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ പിന്നെ വിഭാഗക്കാർ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ പ്രസവാനുകൂല്യ നിയമം മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടില് ആ, അനുസരിച്ചുള്ള കൃഷിയെ സ്ഥാപിക്കുന്നതിന് 8 കോടി രൂപയുണ്ട്. അത് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ആ പരിസരങ്ങൾ ആ സർക്കാർ ഓഫീസിന് ഉള്ളിൽ തന്നെ ഒരു കൃഷി വരും. അപ്പൊ ഈ ചെറിയ കുഞ്ഞുങ്ങളെ അത് പാലോട്ട് നേരത്തെ തന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ കൂടെ സെക്രട്ടേറിയറ്റിനകത്തൊക്കെ 2-3 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്. പിന്നെ സ്ത്രീകളുടെ കുട്ടികളുടെ സുരക്ഷാ അന്തസ്സ് ഉറപ്പാക്കുന്ന ലിംഗാധിഷ്ഠ അതിക്രമങ്ങളോട് 0 ടോളറൻസ്, ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം വരെ 10-18 ദിവസം ജയിലിൽ കിടന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അത് സർക്കാരിന്റെ നിലപാട് വളരെ ശക്തമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ വരവിനേക്കാൾ ഇരട്ടിയാണ് ചെലവ് ചെലവ്. എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സഹായിക്കാൻ പറ്റുന്നത് നികുതി വരുമാനം. നമ്മളൊക്കെ കൊടുക്കേണ്ട, സർക്കാരിന് കൊടുക്കേണ്ട പൈസ എല്ലാം കൃത്യമായി കൊടുത്താൽ അതെ, അത് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തും. ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് മാറും. അപ്പോൾ സർക്കാരിനെ നമ്മൾ സഹായിക്കുക, റവന്യൂ വരുമാനം കൂട്ടുക, നികുതി വരുമാനം സർക്കാരിന് കൊടുക്കേണ്ടതെല്ലാം കൃത്യമായി കൊടുക്കുക. സർക്കാർ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് റവന്യൂ വരവ് എന്ന് പറയുന്നത് 1,82,972.10 കോടി രൂപയാണ് റവന്യൂ വരവ്. അതേസമയം റവന്യൂ ചെലവ് നോക്കുമ്പോൾ 2,70,17,558.76 കോടി രൂപയാണ്. അതായത് റവന്യൂ കമ്മി എന്ന് പറയുന്നത് 34,586.66 കോടി. ഈ പൈസ കണ്ടെത്താനാണ് നമ്മൾ സർക്കാരിനെ സഹായിക്കേണ്ടത്. ഇല്ല എന്നത് സ്വാഭാവികമില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ 2025-26 ആ നികുതി വരവ് അവരുടെ അധിക വരുമാനം കണ്ടെത്തി കഴിഞ്ഞല്ലോ. ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കൂടിയ റവന്യൂ വരവാണ് നമുക്കുണ്ടായിരുന്നത്. കാര്യം നമ്മൾ ഇതിനകത്ത് ഇപ്പൊ 1,37,082 കോടി രൂപയാണ് റവന്യൂ വരവായി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എസ്റ്റിമേറ്റിൽ പക്ഷേ ഇത്രയല്ല. കഴിഞ്ഞ എസ്റ്റിമേറ്റിൽ ഏതാണ്ട് 11 കോടി സംതിങ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് നമുക്ക് വരുമാനം കൂടിയപ്പോൾ ചെലവ് അതനുസരിച്ച് എസ്റ്റിമേറ്റിനേക്കാൾ കൂടിയിട്ടുണ്ട്. റവന്യൂ കമ്മി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റവന്യൂ കമ്മി കഴിഞ്ഞ 36,889. അപ്പൊ റവന്യൂ കമ്മി ഈ വർഷം കുറവാണ്. റവന്യൂ കമ്മി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 36,889 കോടിയായിരുന്നു കഴിഞ്ഞ തവണ. ഇപ്പൊ ഏതാണ്ട് 34,586.66 കോടി. 2,000 കോടിക്ക് മേൽ റവന്യൂ കമ്മി കുറയുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെന്ന് വരുമാനം കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും സർക്കാരിന്റെ ഈ പ്രതിരോധങ്ങൾക്കിടയിൽ ഈ കഴിഞ്ഞ വർഷത്തിനേക്കാൾ 2,000 കോടിയുടെ കുറവ് ഇതാണ് കമ്മിയാണ് വരുന്നതെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ബജറ്റിൽ ചില ന്യൂനതകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ പോസിറ്റീവിന്റെ മുമ്പിൽ ന്യൂനതകളൊന്നും. പക്ഷെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളും ഇതെല്ലാം ഏതാണ്ടെല്ലാം 90% അപ്പുറത്തേക്ക് നടപ്പാക്കിയിട്ടുണ്ട്. അപൂർവ ചില പദ്ധതികൾ നിയമപരമായ പ്രശ്നങ്ങളുടെ പുറത്തൊക്കെ നിൽക്കുന്ന പദ്ധതികളാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഈ ബജറ്റ് നടപ്പിലാക്കപ്പെടേണ്ട ഒരു ബജറ്റ് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ഇനിയും പ്രതീക്ഷകളോടെ നമുക്ക് കാത്തിരിക്കാം.